ഇൻലൈൻ ചെക്കർ എന്ന വൊക്കേഷണൽ കോഴ്സിനെ പറ്റിയുള്ള ഒരു പ്രസന്റേഷൻ നമുക്ക് നോക്കാം. ഇൻലൈൻ ചെക്കർ ജോബ് റോൾ. ഇൻലൈൻ ചെക്കർ എന്ന ജോബ് റോളിനെ പറ്റി വിശദീകരിക്കുന്നു. An inline checker is an important job role associated with apparel sector. റെഡിമെയ്ഡ് വസ്ത്ര നിർമ്മാണ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു ജോബ് റോളാണ് ഇൻലൈൻ ചെക്കർ. The primary responsibility of a checker is to identify the faults in the fabrics, cut components and garment parts through visual inspection. ഒരു ഇൻലൈൻ ചെക്കറുടെ ഉത്തരവാദിത്വം എന്തെന്നാൽ ഫാബ്രിക്കിലെയോ കട്ട് ചെയ്ത ഫാബ്രിക്കിലെയോ ഗാർമെന്റ്സിന്റെ ഭാഗങ്ങളിലെയോ അപാകതകൾ കണ്ടുപിടിക്കുക എന്നതുള്ളതാണ്. Inline checker identifies fabric faults, stitch faults, seam faults, and other defects in the garment parts and report as per the specified procedure. ഒരു ഇൻലൈൻ ചെക്കർ ഫാബ്രിക്കിന്റെ അപാകതകൾ, സ്റ്റിച്ചിന്റെ അപാകതകൾ, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും റെഡിമെയ്ഡ് ഗാർമെന്റ് സംബന്ധമായ അപാകതകൾ ഇൻസ്പെക്ഷനിലൂടെ കണ്ടുപിടിച്ച് പ്രത്യേകം പ്രൊസീജിയർ പ്രകാരം അത് റിപ്പോർട്ട് ചെയ്യുന്നു. The course provides skills for quality assurance of garments in ready-made garments manufacturing units or similar business. ഇൻലൈൻ ചെക്കർ എന്ന കോഴ്സ് റെഡിമെയ്ഡ് ഗാർമെന്റ്സ് മേഖലയിലെ ഗുണനിലവാര പരിശോധനയും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനുള്ള നൈപുണ്യവും ആർജിക്കുവാൻ സഹായിക്കുന്നു. കരിയർ പ്രോസ്പെക്ട്സ്, ജോലി സാധ്യതകൾ. The course provides skill for quality assurance of garments in ready-made garments manufacturing units or similar business. റെഡിമെയ്ഡ് ഗാർമെന്റ്സ് നിർമ്മിക്കുന്ന ഫാക്ടറിയിലെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനും അത് ഉറപ്പുവരുത്തുന്നതിനുമുള്ള നൈപുണ്യം ഈ കോഴ്സ് പ്രദാനം ചെയ്യുന്നു. ക്വാളിറ്റി ചെക്കർ, റെഡിമെയ്ഡ് ഗാർമെന്റ്സ് ബിസിനസ്. റെഡിമെയ്ഡ് ഗാർമെന്റ്സ് മേഖലയിൽ ക്വാളിറ്റി ചെക്കർ എന്ന തസ്തികയിൽ ജോലി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ട്രെയിനർ, അപ്പാരൽസ് ക്വാളിറ്റി അഷുറൻസ്. റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് പരിശീലകനായി ഈ മേഖലയിൽ തൊഴിൽ സാധ്യത ലഭ്യമാകുന്നതാണ്.
ഹയർ സ്റ്റഡീസ്, ഉന്നത പഠന സാധ്യതകൾ. പോളിടെക്നിക് ഡിപ്ലോമ ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജി. Bachelor of Arts in all subjects. Bachelor of Science in Physics, Chemistry, Mathematics, etc. LLB, നിയമ പഠനം. Environmental Science, പരിസ്ഥിതി ശാസ്ത്രത്തെ പറ്റിയുള്ള ഉന്നത പഠനം. ഹോട്ടൽ മാനേജ്മെന്റ്, ഹോട്ടൽ വ്യവസായ മേഖലയിലെ അല്ലെങ്കിൽ ടൂറിസം മേഖലയിലെ ഉന്നത പഠനം. മീഡിയ ഓർ ജേർണലിസം, പത്രപ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമ മേഖലയിലെ ഉന്നത പഠനം. PTC, ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്, അധ്യാപക തസ്തികയിൽ ജോലി ലഭിക്കുന്നതിനുള്ള ഉന്നത പരിശീലനം. BTech or BE in engineering through entrance examination. എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് പ്രവേശന പരീക്ഷയിലൂടെ ഉന്നത പഠനം സാധ്യമാകുന്നതാണ്. ലേണിംഗ് ഏരിയാസ് ഇൻ ദ ജോബ് റോൾ. ഇൻലൈൻ ചെക്കർ എന്ന ജോബ് റോളിലെ പഠന മേഖലകൾ. റെഡിമെയ്ഡ് ഗാർമെന്റ്സ് മാനുഫാക്ചറിംഗ് പ്രോസസ്, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന പ്രക്രിയയെ പറ്റിയുള്ള പഠനം. റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇൻലൈൻ ചെക്കർ, ഒരു ഇൻലൈൻ ചെക്കറുടെ ഉത്തരവാദിത്തങ്ങളും മറ്റും പരിശീലിപ്പിക്കുന്ന പാഠ്യവിഷയങ്ങൾ. പ്രാക്ടീസ് ഓൺ ടൂൾസ് ആൻഡ് ഇൻസ്പെക്ഷൻ എക്യുപ്മെന്റ്, ഗാർമെന്റ്സ് ഗുണനിലവാരം പരിശോധിക്കുന്നതിനാവശ്യമായ ടൂൾസിൻ ഉപയോഗിക്കുന്നതിനും അതിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനുമുള്ള അവസരം. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റിലേറ്റഡ് പ്രാക്ടീസസ് ആപ്ലിക്കബിൾ അറ്റ് വർക്ക് പ്ലേസ്, ഒരു ഫാക്ടറിയിൽ ആരോഗ്യവും സുരക്ഷിതത്വവും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാക്ടീസുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കൽ. ലീഗൽ, റെഗുലേറ്ററി ആൻഡ് എത്തിക്കൽ റിക്വയർമെന്റ്സ് അറ്റ് വർക്ക് പ്ലേസ്, ഒരു ഫാക്ടറി സംവിധാനത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നിയമവശങ്ങളും മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങളും എന്തെന്ന് പരിശീലിപ്പിക്കൽ. ഇൻസ്പെക്ഷൻ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ്, റെഡിമെയ്ഡ് ഗാർമെന്റ്സ് ഗുണനിലവാരത്തിന് എങ്ങനെ പരിശോധിക്കാമെന്നും അതിൻ്റെ ടെക്നിക്കുകൾ. Skills to carry out inline checking activities, processes and execution. ഇൻലൈൻ ചെക്കിംഗ് എന്ന ജോലി നിർവഹിക്കുന്നതിനാവശ്യമായ നൈപുണ്യങ്ങൾ ആർജിക്കുവാൻ വേണ്ടുന്ന പരിശീലനം.
ഹൗസ് കീപ്പിംഗ് അറ്റ് വർക്ക് പ്ലേസ്. ഒരു ഫാക്ടറി സംവിധാനത്തിൽ ഹൗസ് കീപ്പിംഗ് എങ്ങനെ നടപ്പിലാക്കാം എന്ന വസ്തുതകൾ. ഓർഗനൈസേഷൻ റിക്വയർമെന്റ്. ഒരു ഫാക്ടറി സംവിധാനത്തിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് സംവിധാനത്തിൽ മനുഷ്യ ശക്തിയെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസിനെ എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ള പഠനങ്ങൾ. സബ്ജക്ട്സ് ടു ബി സ്റ്റഡീഡ്. ഈ 2 വർഷക്കാലം എന്തെല്ലാം സബ്ജക്റ്റുകളാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. ഒന്ന്, ഇംഗ്ലീഷ്. ഹയർ സെക്കൻഡറി കോഴ്സിന് പഠിക്കുന്ന ഇംഗ്ലീഷ് തന്നെയാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും പഠിക്കേണ്ടത്. 2, ആന്ത്രപ്രന്യൂർ ഡെവലപ്മെന്റ്. ഒരു സ്വയം സംരംഭകന് ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്നതിന് ആവശ്യമായ പരിശീലനം അല്ലെങ്കിൽ വിവരം നൽകുന്ന കോഴ്സാണ് ആന്ത്രപ്രന്യൂർ ഡെവലപ്മെന്റ്. 3, വൊക്കേഷണൽ തിയറി. തൊഴിലധിഷ്ഠിത കോഴ്സിനെ പറ്റിയുള്ള പഠനം. പാർട്ട് എ, വൊക്കേഷണൽ തിയറിയുടെ പാർട്ട് എ ആണ് എംപ്ലോയബിലിറ്റി സ്കിൽസ്. അതായത് സോഫ്റ്റ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, IT സ്കിൽസ്, സെൽഫ് മാനേജ്മെന്റ് സ്കിൽസ്, ഗ്രീൻ സ്കിൽസ് എന്നിവ. പാർട്ട് ബി, വൊക്കേഷണൽ സ്കിൽസ്. അതായത് ഈ കോഴ്സിനെ സംബന്ധിച്ച് ഇൻലൈൻ ചെക്കറെ പറ്റിയുള്ള തിയറി പഠനങ്ങൾ. 4, വൊക്കേഷണൽ പ്രാക്ടിക്കൽ. ഇൻലൈൻ ചെക്കറുടെ സിലബസിന് അനുയോജ്യമായിട്ടുള്ള പ്രായോഗിക പ്രവൃത്തികളാണ് വൊക്കേഷണൽ പ്രാക്ടിക്കലിൽ പഠിപ്പിക്കുന്നത്. തിയറിയിൽ പഠിച്ച എംപ്ലോയബിലിറ്റി സ്കിൽസിനെ പറ്റിയുള്ള പ്രാക്ടിക്കൽ പാർട്ട് എ ആയിട്ട് വരുന്നു. പാർട്ട് ബി, തിയറിയിൽ പഠിച്ച വൊക്കേഷണൽ സബ്ജക്റ്റ്, അതായത് ഇൻലൈൻ ചെക്കറിന്റെ പ്രാക്ടിക്കൽ വർക്കുകൾ. 5, ഫിസിക്സ്. ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന ഫിസിക്സ് സബ്ജക്റ്റ്. 6, കെമിസ്ട്രി. ഹയർ സെക്കൻഡറിയിൽ തന്നെ കെമിസ്ട്രി. 7, മാത്തമാറ്റിക്സ്. അതും ഹയർ സെക്കൻഡറിയിൽ തന്നെ കണക്ക്. സ്കിൽസ് അച്ചീവ്ഡ്. എന്തൊക്കെ നൈപുണ്യങ്ങളാണ് ഈ കോഴ്സ് പഠിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്? Carry out inline checking activities. ഒരു ഗാർമെന്റ് യൂണിറ്റിൽ ഇൻലൈൻ ചെക്കിംഗ് എന്ന പ്രക്രിയ ചെയ്യുന്നതിനുള്ള നൈപുണികൾ. മെയിൻറ്റെയിനിങ് വർക്ക് ഏരിയ ആൻഡ് ടൂൾസ്. ഇൻലൈൻ ചെക്കിംഗ് ചെയ്യുന്നതിനുള്ള ടൂൾസും അതിനുള്ള മറ്റ് വർക്ക് ഏരിയയും പരിപാലിക്കുന്ന രീതികൾ. മെയിൻറ്റെയിൻ ഹെൽത്ത്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അറ്റ് വർക്ക് പ്ലേസ്. ഒരു ഫാക്ടറി സംവിധാനത്തിൽ ആരോഗ്യവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനുള്ള നൈപുണികൾ. Comply with industry, regulatory and organization requirement.
ഒരു ബിസിനസിന്റെ നിയമപരമായിട്ടുള്ളതും നിബന്ധനകളും ഓർഗനൈസേഷണൽ കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കുക. ട്രെയിനിങ് ആക്ടിവിറ്റീസ്. ഈ കോഴ്സിലൂടെയുള്ള പരിശീലന പരിപാടികൾ. ക്ലാസ് റൂം ടീച്ചിങ്. ക്ലാസ് റൂമിലൂടെയുള്ള പഠനം. പ്രാക്ടിക്കൽ വർക്ക് ഇൻ ലബോറട്ടറി. സ്കൂളിലുള്ള ലബോറട്ടറിയിലെ പ്രാക്ടിക്കൽ. ഇൻഡസ്ട്രി വിസിറ്റ്. വ്യവസായശാലയെ സന്ദർശിക്കൽ. ഓൺ ദ ജോബ് ട്രെയിനിങ് അറ്റ് ഇൻഡസ്ട്രീസ് ഇൻ റിയൽ വർക്ക് എൻവിറോൺമെന്റ്. വ്യവസായശാലയിൽ വർക്ക് നടക്കുന്ന സാഹചര്യത്തിലുള്ള പരിശീലനം. അസസ്മെന്റ്. കുട്ടികളുടെ നൈപുണ്യശേഷി പരിശോധിക്കലും സർട്ടിഫിക്കേഷനും. കോഴ്സിന്റെ അവസാനം ഉണ്ടായിരിക്കുന്നതാണ്. സ്റ്റേറ്റ് എക്സാമിനേഷൻ ബോർഡ് ആൻഡ് സ്കിൽ സെക്ടർ കൗൺസിൽ വിൽ സർട്ടിഫൈ ദ കോമ്പിറ്റൻസീസ്. വിദ്യാർത്ഥിനികളുടെ കഴിവുകളെ സ്റ്റേറ്റ് എക്സാമിനേഷൻ ബോർഡും അതാത് സ്കിൽ സെക്ടർ കൗൺസിലും ചേർന്ന് സർട്ടിഫൈ ചെയ്യുന്നതാണ്. തിയറി എക്സാമിനേഷൻ. ഇതിനായി ഒരു തിയറി പരീക്ഷ ഉണ്ടായിരിക്കും. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ. കൂടാതെ ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കും. കോഴ്സിന്റെ 2 വർഷ കാലയളവിൽ വിദ്യാർത്ഥിക്ക് ഒരു പ്രോജക്റ്റ് വർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. Student portfolio, a compilation of documents that supports candidates' competencies. സ്റ്റുഡന്റ് പോർട്ട്ഫോളിയോ എന്ന ഒരു സമാഹരണവും ഓരോ വിദ്യാർത്ഥിയും കരുതേണ്ടതാണ്. ഈ സ്റ്റുഡന്റ് പോർട്ട്ഫോളിയോയിൽ ഒരു വിദ്യാർത്ഥി ആർജിച്ച കഴിവുകളുടെ അല്ലെങ്കിൽ ചെയ്ത പരിശീലനങ്ങളുടെ രേഖകൾ ചേർത്തുവെച്ച് സമർപ്പിക്കേണ്ടതാണ്. എംപ്ലോയബിലിറ്റി സ്കിൽസ്. എംപ്ലോയബിലിറ്റി സ്കിൽസിനെ പറ്റി ചെറിയ ഒരു വിശദീകരണം. Employability skills can be defined as those soft skills which employers look for in a potential employee. Employability skills എന്താണെന്ന് വെച്ചാൽ ഒരു തൊഴിൽദാതാവ് ഒരു തൊഴിലാളിയിൽ പ്രതീക്ഷിക്കുന്ന സോഫ്റ്റ് സ്കില്ലുകളാണ്. സോഫ്റ്റ് സ്കിൽസിന് ഉദാഹരണങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ആശയവിനിമയത്തിനുള്ള കഴിവ്, സെൽഫ് മാനേജ്മെന്റ് സ്കിൽസ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സ്കിൽസ്.
ആന്ത്രപ്രന്യൂർഷിപ്പ് സ്കിൽസ്. ഒരു സംരംഭകന് ഉണ്ടായിരിക്കേണ്ട നൈപുണ്യങ്ങൾ. ബിസിനസ് സംരംഭകന്. ഗ്രീൻ സ്കിൽസ്. പരിസ്ഥിതി സംബന്ധമായ അറിവും സ്കില്ലുകളും. Thank you.